ദേശീയ ജൈവ വൈവിധ്യ കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന ഹരിത സംഗമത്തിൽ കൃഷിയും പരിസ്ഥിതി പ്രവർത്തനവും വിജയകരമായി സമന്വയിപ്പിച്ച നിരവധി കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നാണ് കേരളം. വീട്ടുവളപ്പിലെ ജൈവ വൈവിധ്യത്താലും വന്യജൈവ വൈവിധ്യത്താലും സമ്പുഷ്ടമായ നാട്. രാജ്യത്തിന്റെ വിലപ്പെട്ട ജൈവസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ 2002 ജൈവ വൈവിധ്യ നിയമത്തിന് രൂപം നൽകിയത്. 2005 കേരള ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്നു. ജനങ്ങളിൽ ജൈവ വൈവിധ്യം സംബന്ധിച്ച അവബോധം ഉണ്ടാക്കുന്നതിന് ബോർഡ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് ജൈവ വൈവിധ്യ ബോർഡ് പ്രാധാന്യം നൽകുന്നു. നാടിന്റെ തനതായ നെൽവിത്തുകൾ, കിഴങ്ങുവർഗ്ഗവിളകൾ, കുളങ്ങൾ, കാവുകൾ, കടലാമകൾ മുട്ടയിടുന്ന കടൽത്തീരങ്ങൾ, വനങ്ങൾ എന്നിവയെ സംരക്ഷിക്കുക, വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ തുടങ്ങി വിവിധയിനം പശുക്കളെയും അതുപോലുള്ള തനത് ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നീ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് സാങ്കേതിക സഹായവും സാമ്പത്തിക സഹായവും ജൈവ വൈവിധ്യ ബോർഡ് നൽകി വരുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണം ആഗോളതലത്തിൽ സംഘടിതമായി നടത്തണം എന്ന് ആഗ്രഹിച്ച് 1992 194 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ചില രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഉൾപ്പെടെയുള്ളവർ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ കൂടുകയുണ്ടായി. ഇന്ത്യ 1993 തന്നെ അതിൻ്റെ ഒരു ഭാഗവാക്കാകുകയും ചെയ്തു. 2002 നമ്മൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കി. 2004 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി റൂൾസും പാർലമെൻറ്റിൽ പാസ്സാക്കി. അപ്പോൾ ഇന്ത്യയും സംഘടിതമായി ജൈവ വൈവിധ്യ സംരക്ഷണം അന്ന് തന്നെ തുടങ്ങി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 2005 ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്നു. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിലും ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ട് നമുക്ക് നാഷണൽ ലെവലിലായിട്ടുള്ളത് 3 ഘടനകളാണ്. ഒന്ന് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, 2 സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, 3 ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ലെവലിലുള്ള ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ. കേരളത്തിലെ 978 പഞ്ചായത്തിലും 60 മുനിസിപ്പാലിറ്റികളിലും 5 കോർപ്പറേഷനുകളിലും ഇതിനോടകം തന്നെ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ BMC രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ ഘടനകൾ ഉണ്ടെങ്കിലും ജൈവ വൈവിധ്യ സംരക്ഷണം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് സാധാരണ ജനങ്ങളും അതിലുപരി ജൈവ വൈവിധ്യവുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന കർഷകരുമാണ്. അപ്പോൾ അത് മുൻനിർത്തിയാണ് ഞങ്ങളിത് 3ാമത്തെ പ്രാവശ്യമാണ് ഒരു ഹരിത സംഗമം ഈ കനകക്കുന്ന് കൊട്ടാരത്തിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ സന്ദേശവുമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 3ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിലെ ഹരിത സംഗമം ജൈവ വൈവിധ്യ സംരക്ഷകരുടെ കൂട്ടായ്മയിലൂടെ ശ്രദ്ധേയമായി. മന്ത്രി PJ ജോസഫ് ഹരിത സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻ ചെയർമാൻ ഡോക്ടർ VS വിജയൻ, മുൻ കൃഷി ഡയറക്ടർ R ഹേലി, KSBB ചെയർമാൻ ഡോക്ടർ ഉമ്മൻ V ഉമ്മൻ, ഡോക്ടർ KP ലാൽദാസ്, GS ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച ഹരിത സംഗമത്തിൽ 20ഓളം ജൈവ വൈവിധ്യ സംരക്ഷകർ പങ്കെടുത്തു. വയനാട്ടിലെ തിരുനെല്ലി നെട്ര കോളനിയിലെ നാട്ടറിവിന്റെ സംരക്ഷക കുറുമാട്ടി മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ടെറസ് കൃഷിയും പശു വളർത്തലും നടത്തുന്ന ആശ അജിത് വരെ തങ്ങളുടെ കൃഷി ജൈവ സംരക്ഷണ അനുഭവങ്ങൾ ഹരിത സംഗമത്തിൽ പങ്കുവച്ചു. ഇവിടെ പല രീതിയിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ജൈവ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്, നാടൻ പശുക്കളെ വളർത്തുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്ന വയനാട്ടിൽ നിന്ന് ചില ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു സംഗമം ആവശ്യമാണ്. ഇതിലൊരു പ്രധാന സംഗതി വെച്ചാൽ ജൈവ വൈവിധ്യ ബോർഡ് ഞാൻ പണ്ടുണ്ടായിരുന്നപ്പോൾ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി മുഴുവൻ ജനങ്ങളോട് ഡിസ്കസ് ചെയ്തിരുന്നു. ഡ്രാഫ്റ്റ് വരെ ഡിസ്കസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ആ രീതിയിലേക്ക് ജൈവ വൈവിധ്യ ബോർഡ് മാറുന്ന ഒരു ഇതാണ് കാണുന്നത്. വളരെ നല്ലൊരു ലക്ഷണമാണ്.
ജനങ്ങളെ ഉൾപ്പെടുത്താതെ അവരുടെ പങ്കാളിത്തമില്ലാതെ ഒരു പദ്ധതിയും ഒരു സ്ഥലത്തും വിജയിക്കാൻ പോകുന്നില്ല. സംശയമില്ലാത്ത കാര്യമാണ്. അത് ജൈവവൈവിധ്യ സംരക്ഷണമായാലും ശരി, വേറെ ഏത് വികസന പ്രവർത്തനമായാലും ശരി, ജനങ്ങളുടെ പങ്കാളിത്തം വേണം. ആ പങ്കാളിത്തം കാണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇവിടെ ജൈവ കൃഷി നയം കൊണ്ടുവന്നു 2010. അതിൽ 2008 തുടങ്ങി, അതിൻ്റെ 8 തുടങ്ങിയിട്ട് അതിൻ്റെ വർക്ക് തുടങ്ങിയാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ അത് ജനങ്ങളോട് ചർച്ച ചെയ്ത് ജനങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ട് കൃഷിക്കാരെയും ശാസ്ത്രജ്ഞന്മാരെയും മറ്റു സിവിൽ ബോഡീസിനെ കണ്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ എല്ലാം അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷമാണ് ഒരു പോളിസി ഉണ്ടാക്കിയത്. കാർഷിക വനവൽക്കരണം, വാഴകളുടെ സംരക്ഷണം, നാടൻ കന്നുകാലികളുടെ സംരക്ഷണം, വഴിയോര വനവൽക്കരണം, ഔഷധ സസ്യ സംരക്ഷണം, വൈവിധ്യമാർന്ന കാച്ചിൽ കൃഷി, കാവുകളുടെ സംരക്ഷണം, കടലാമകളുടെ സംരക്ഷണ പദ്ധതികൾ, തേനീച്ച വളർത്തൽ, അലങ്കാര പുഷ്പകൃഷി, സംയോജിത കൃഷി, നാടൻ നെല്ലിനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള നെൽകൃഷി, അപൂർവ ഔഷധ സസ്യ പരിപാലനവും ചികിത്സയും തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിക്കുന്ന കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ടവർ. ഇവരുടെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും സാധാരണക്കാർക്കിടയിൽ ജൈവ വൈവിധ്യത്തെ സംബന്ധിച്ച ബോധവൽക്കരണത്തിന് സഹായകമാകുന്നു. കേരളത്തിലെ കൃഷിക്കാരെയും ബഹുജനങ്ങളെയും ജൈവ കൃഷിയിൽ കൂടുതൽ തൽപരരാക്കാൻ വേണ്ടി നടത്തിയ ഹരിത കർഷക സംഗമം വളരെ ശ്ലാഘനീയമായൊരു സംരംഭമാണ്. ഈ മേഖലയിൽ പരിചയസമ്പന്നരായ കൃഷിക്കാരെ, പരിചയസമ്പന്നരെന്ന് വെച്ചാൽ 10, 20, 30, 40 വർഷക്കാലം ജൈവ രീതിയിൽ കൃഷി ചെയ്ത് പരിചയമുള്ള കൃഷിക്കാർ അവരുടെ അനുഭവങ്ങൾ ഇന്നത്തെ സെമിനാറിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഇത് വളരെ 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 പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഗവേഷണ രംഗത്ത് പോലും ഇത്രയേറെ അനുഭവ സമ്പത്ത് നമുക്കില്ലാതിരിക്കെ ഈ മേഖലയിലെ വളരെയധികം പ്രശംസിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സൃഷ്ടിച്ചുള്ള കൃഷിക്കാർ വരികയും അവരുടെ അനുഭവങ്ങൾ മറ്റ് കൃഷിക്കാരോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകൾ നടന്നു. ഇതനുസരിച്ച് ഏതെല്ലാം രീതിയിലുള്ള പഠനങ്ങളാണ് നമ്മുടെ കൃഷിക്കാർ നടത്തുന്നതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണം സാധ്യമല്ല. കൃഷിയും ജൈവ വൈവിധ്യ സംരക്ഷണവും വിജയകരമായി സമന്വയിപ്പിച്ച ചില കർഷകരെ പരിചയപ്പെടാം. കുറുമാട്ടി. വയനാട്ടിലെ ആദിവാസി സമൂഹത്തിലെ ഒരംഗമായ കുറുമാട്ടി പരമ്പരാഗതമായി കിട്ടിയ നാട്ടറിവിലൂടെ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ നടത്തി വരുന്നു. ചെറിയ കൊച്ചു കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാവുന്ന പനിയും വയറിളക്കവും ഛർദി ഇതുപോലുള്ള അസുഖം പെട്ടെന്ന് മാറ്റാനുള്ള മരുന്നുണ്ട്. പച്ചമരുന്ന് പെട്ടെന്ന് മാറ്റാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ മൂത്രക്കടച്ചിലിൻ്റെ മരുന്ന് കൊടുത്തു പെട്ടെന്ന്. അതുപോലെ വയറിളക്കം, ഛർദി, പനി, ഈ 3 സൂക്കേടുണ്ടായിരുന്നു. ഒറ്റ മരുന്ന് കൊടുത്തിട്ടുള്ളൂ, അസുഖം മാറി. ജാതി മരുന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപാട് മരുന്നുണ്ട്. പിന്നെ തളർവാദത്തിൻ്റെ മരുന്ന്. എൻ്റെ സ്വന്തം ഭർത്താവിന് 18 വർഷമായി. ഈ വർഷത്തോടു കൂടി 18 വർഷം. ഈ അസുഖം നീണ്ടു നിൽക്കുന്നത് എൻ്റെ മരുന്നിൻ്റെ ശക്തി കൊണ്ടാണ്. 18 തരം മരുന്ന് കൊണ്ട് ഞാൻ ഇയാളെ ചികിത്സിപ്പിച്ച് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. എൻ.എ. ചന്ദ്രൻ. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ചന്ദ്രൻ മാഷ് TTA പ്രിൻസിപ്പളായി വിരമിച്ചതിന് ശേഷം സ്വജീവിതം നാടൻ കന്നുകാലികളുടെ സംരക്ഷണത്തിനായി മാറ്റിവെച്ചു. വേമ്പല്ലൂരുള്ള സ്വന്തം വീട്ടുവളപ്പിൽ 16 ഇനങ്ങളിൽപ്പെട്ട നാടൻ കന്നുകാലികളെ ഇദ്ദേഹം സംരക്ഷിച്ചു വളർത്തുന്നുണ്ട്. ഞാൻ 25 കൊല്ലമായിട്ട് നാടൻ പശുവിനെ വളർത്തുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ പശു എന്ന് പറഞ്ഞ ഒരു വർഗ്ഗമുള്ളൂ. അത് നാടനാണ് വിദേശിയാണെന്ന് വേർതിരിക്കേണ്ട ആവശ്യമില്ല. പശുക്കളെല്ലാം ചെബു വർഗത്തിൽപ്പെട്ടതാണ്. പശു ഒരു മാതാവാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും ബന്ധപ്പെട്ട ഇത് പശുവാണ്. കൃഷിക്ക് 47 മുമ്പ് കൗ ബേസ്ഡ് ഫാമിംഗ് ആയിരുന്നു ഈ രാജ്യത്തുണ്ടായിരുന്നത്. കൃഷിക്ക് ഏറ്റവും ഉപയുക്തമായ ഇത് ഈ പശുവിൻ്റെ മൂത്രവും ചാണകവും ഉപയോഗിച്ചു കൊണ്ടുള്ള കൃഷി സമ്പ്രദായമാണ്. കൂടാതെ ഇപ്പോഴും അത്യന്താധുനികമായിട്ട് സുഭാഷ് പാലേക്കറുടെ കൃഷി സമ്പ്രദായത്തിലും ബീജാമൃതവും ജീവാമൃതവും ഒക്കെ ഉണ്ടാക്കി കൃഷി ചെയ്യുന്നു. പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധം ഉണ്ടാക്കുന്നത് ഈ പശുവിൻ്റെ മൂത്രത്തിന് ഗോമൂത്ര ആർക്കാണ്.
അതിന് പാറ്റൻറ്റ് കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ പാറ്റൻറ്റ് 2002 അതിന് അമേരിക്കൻ പാറ്റൻറ്റ് കിട്ടി. ക്യാൻസറിന് സിദ്ധൌഷധമാണ്, വെരിക്കോസ് വെയിന് സിദ്ധൌഷധമാണ്, പിന്നെ അതുപോലെ ഹാർട്ട് ഡിസീസിനും വൃക്കരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ഒക്കെ അതിന് ഇതാണ്. അതുകൊണ്ടൊക്കെ ഇത് നിലനിർത്തണം, സംരക്ഷിക്കണമെന്ന് വേണ്ടിയിട്ട് ഞാൻ 17 ഇനം പശുക്കളെ, ഇന്ത്യൻ പശുക്കളെ ഞാൻ വളർത്തിയിരുന്നു. ഇവിടുന്ന് പലരും പല മീഡിയകളും വന്ന് അതിന് പകർത്തി പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലും ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയും ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വളർത്തുന്നു. വെച്ചൂര് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്നതും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിന് 7 പശുവിനെ കൊടുത്തിട്ടുള്ളത് ഞാനാണ്. ദേവകിയമ്മ. ആലപ്പുഴ ജില്ലയിലെ കായംകുളം കണ്ടലൂർ സ്വദേശിനിയായ ദേവകിയമ്മ സ്വന്തം വീട്ടുവളപ്പിനെ അപൂർവ വൃക്ഷങ്ങളും സസ്യലതാദികളുമുള്ള ഒരു വനമാക്കി മാറ്റിയിരിക്കുന്നു. ഈ വനം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ അപൂർവ മാതൃകയാണ്. പിന്നെ ഇതിനകത്തോട്ട് വരാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കൊരു 36 വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം നിലം കൃഷികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതൊന്നും നടത്താൻ വയ്യാത്ത ഒരവസ്ഥ വന്നു, ജോലിക്കാരില്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ അതിന് കച്ചി വിരിക്കാനുള്ള കുറേ കളമെന്ന് പറയും സ്ഥലങ്ങൾ ഒത്തിരി വേസ്റ്റ് വന്നു. അപ്പോൾ ഇങ്ങനെ കാല് വയ്യാതെ വീട്ടിൽ ഇരുന്നാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എൻ്റെ മൂത്ത മോളാണ് എനിക്ക് അതിലേക്കുള്ളൊരു പ്രചോദനം തന്നത്. നേരത്തെ തന്നെ ഉണ്ട് കുറേ കൃഷികളൊക്കെ. പിന്നെ അവൾ പറഞ്ഞപ്പോൾ എങ്ങനെ ഇരുന്നാലങ്ങ് ഇരുന്ന് പോകത്തില്ലയോ. അപ്പോൾ എനിക്ക് വയസ്സ് 80 അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ച് ചെറിയ ബക്കറ്റിൽ വെള്ളം കോരി അങ്ങനെ കൈ നട്ട് നനച്ച് ഉണ്ടാക്കിയ ഒരു വനമായത്. നമ്മൾ അന്ന് ഈ ബയോഡൈവേഴ്സിറ്റി ഒന്നും ഇല്ല, ഇതൊന്നും ഉദ്ദേശിച്ച് വെച്ചതല്ല. കിട്ടിയതെല്ലാം നമ്മുടെ അയ്യത്ത് 4-5 ഏക്കറുണ്ട്, അവിടെ എല്ലാം വെച്ച് പിടിച്ചു. പക്ഷെ ഇപ്പം എനിക്കറിയാം എവിടെ നിന്ന് കിട്ടിയാലും ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നത് പൂത്തിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് പൂത്തിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പ്രചാരം കിട്ടിയപ്പോഴത്തേക്ക് ഇവിടെ ആര് വന്നാലും നമുക്ക് സാധനങ്ങൾ ഒത്തിരി കൊണ്ടുതരും, അത് വെച്ച് പിടിപ്പിക്കും. ഇന്ന് നമ്മുടെ മണ്ണിൽ എന്തും വളരും. നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ വെറും കടപ്പുറത്തെ മണ്ണാണ്. എസ്.എ. ജോൺ. തിരുവനന്തപുരം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി വിരമിച്ച വ്യക്തിയാണ് ശ്രീ ജോൺ. സർവീസിലിരിക്കുന്ന കാലത്ത് തന്നെ തേനീച്ച വളർത്തലിൽ പരമ്പരാഗതമായി കൈവന്ന വാസന പരിപോഷിപ്പിക്കുകയും ഈ മേഖലയിൽ അഗ്രഗണ്യനാകുകയും ചെയ്തു. ഞാൻ ജനിക്കുന്ന നാൾ മുതൽ തന്നെ എൻ്റെ വീട്ടിൽ തേനീച്ച, ചെറുതേനീച്ചയും വൻതേനീച്ചയും ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ നന്ദാവൻ LPSലെ ഹെഡ് മാസ്റ്റർ. അന്ന് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ വെളിയിൽ നിന്ന് വന്ന ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചനുസരിച്ച് മൂക്കുന്നിൻ്റെ അടുത്താണ് അന്നേ തേനീച്ച വളർത്തിയിരുന്നു. ഫാദർ കൊട്ടാൽ തേനി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ഫാദറിൻ്റെ പ്രവർത്തനത്തിന് ചുവട് പിടിച്ച് ഞാനും കൊച്ചുനാൾ മുതൽ തേനീച്ച വളർത്താൻ ആരംഭിച്ചു. പക്ഷേ ഇന്നെനിക്ക് എല്ലാത്തരം തേനീച്ചയുണ്ട്. അതായത് ഇന്ത്യൻ തേനീച്ചയുണ്ട്, ചെറുതേനീച്ചയുണ്ട്, ഇറ്റാലിയൻ തേനീച്ചയുണ്ട്. പിന്നെ വേറെ 2 തരം തേനീച്ചകൾ, അതായത് പെരുന്തേനീച്ച തൂക്കൻ എന്ന് പറയുന്നത് എപ്പിസ് ഡോസറ്റും വളർത്താൻ പറ്റുന്നതല്ല. അത് ഈ വനങ്ങളിലും വലിയ കെട്ടിടങ്ങളിലുമൊക്കെ കൂടി വയ്ക്കുന്നതാണ്. അതേസമയം വേറൊരു ചെറിയ സൈസ് തേനീച്ചയുണ്ട്, ഹോൾ തേനീച്ച എപ്പിസ് ഫ്ലോറിയ. അത് വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അതും വൈൽഡാണ്. അപ്പോൾ ആ 2 വെറൈറ്റി നമുക്ക് വളർത്താൻ സാധിക്കും. അതേസമയം ഇന്ത്യൻ തേനീച്ചയും ഇറ്റാലിയൻ തേനീച്ചയും ചെറുതേനീച്ചയും വളർത്തുവാൻ സാധിക്കും. അതിൽ ചെറുതേനീച്ചയും ഇന്ത്യൻ തേനീച്ചയും പണ്ട് മുതലേ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചെറുതേനീച്ചയുടെ തേനിന് ഉള്ള ഔഷധ മൂല്യം അടുത്ത കാലത്തായിട്ട് ആണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മിക്കവാറും മനുഷ്യർ വരുന്ന എല്ലാ അസുഖങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ട് ചെറുതേൻ പ്രവർത്തിക്കുന്നുണ്ട്. രാജൻ ബാബു. ആലപ്പുഴ കായംകുളം സ്വദേശിയായ രാജൻ ബാബു എന്ന ബേബിച്ചൻ ഗൾഫിലെ സേവനത്തിന് ശേഷമാണ് പ്രകൃതി കൃഷിയിലേക്ക് തിരിയുന്നത്. സ്വന്തം വിൽപ്പനശാല വഴി തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും പരിണതപ്രജ്ഞനായ ഈ കർഷകന് കഴിയുന്നുണ്ട്. പാരമ്പര്യമായിട്ട് തന്നെ ഞാൻ കൃഷിയിലും പണ സംബന്ധമായിട്ടൊക്കെ തോൽവി സംഭവിച്ചപ്പം കൃഷിയിലോട്ട് കടന്നിട്ട് പോയിട്ട് ഇതെങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ട് അച്ഛൻ്റെ അറിവുകൾ വെച്ച് പലതും ചെയ്ത് നോക്കി. ജൈവ കൃഷിയുടെ, അതായത് സൂക്ഷ്മാണുക്കളെയും ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് 6 ഏക്കറിൽ ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്ന ഒരാളാണ്. അത് ഭൂമിക്ക് തന്നെ കിളയ്ക്കാനും വെട്ടാനും ഉള്ള സാധനങ്ങൾ ഭൂമിയിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ പല സൂക്ഷ്മാണുക്കളെയും മണ്ണിനെയും ഫലപ്രദമാക്കി അവരെ ഉത്തേജിപ്പിച്ച് മുകളിൽ കൊണ്ടുവന്നു. എന്നിട്ട് മേൽമണ്ണിനേക്കാളും കൂടുതൽ ഫലപുഷ്ടമാണ് കീഴ്മണ്ണ്, അതായത് 9 ഇഞ്ചിന് താഴെയുള്ള മണ്ണെന്ന് വ്യക്തമായി മനസ്സിലാക്കി അതിനെ മേളിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി ആ മണ്ണിന് മേളിൽ കൊണ്ടുവരാൻ മണ്ണരയുടെ സഹായം തേടി അങ്ങനെ ഞാൻ ജൈവ കൃഷി യാതൊരു രാസവളങ്ങളും ചെയ്യാതെ കീടനാശിനികളും ചെയ്യാതെ 6 ഏക്കർ കൃഷി ചെയ്യുക. ഇതെല്ലാം ഞാൻ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം എൻ്റെ ഒരു കൊച്ചൊരു കടയുണ്ട്, ആ കടയെ വിൽക്കുന്നെന്ന് പറയുമ്പം ആളുകളിലുള്ള, അതായത് എൻ്റെ വിശ്വാസം ജൈവ കൃഷിയാണെന്നുള്ള വിശ്വാസത്തിൽ വന്ന് അങ്ങോട്ട് മേടിച്ചങ്ങോട്ട് കൊണ്ടുപോകുക, കടയിലോട്ട് വെക്കുക, മേടിച്ചുകൊണ്ട് പോവുക.
AV ബാലകൃഷ്ണൻ. പാലക്കാട് കല്ലൂർ സ്വദേശിയായ ബാലൻ വഴിയോര വനവൽക്കരണത്തിനായി സ്വന്തം ജീവിതം മാറ്റിവച്ചിരിക്കുന്നു. സ്വന്തം മോട്ടോർ സൈക്കിളിൽ മരത്തൈകളുമായി എത്തി നാടുനീളെ അവ നട്ടുവളർത്തുന്ന ബാലേട്ടൻ പാലക്കാട്ടുകാർക്ക് സുപരിചിതനായ വ്യക്തിയാണ്. ഞാൻ ചെറിയ പ്രായം മുതൽ അബ്ഗാരി ഫീൽഡായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തിരുന്നു. നാളികേരം, കൊപ്ര, കള്ള് ഷാപ്പ്, ചുണ്ണാമ്പ് ചുള, പേപ്പർ ഏജൻറ്റ്, ഇതെല്ലാം ചെയ്തിരുന്ന ആളാണ്. 2000 വരെയാണ് ഈ ജോലി ബിസിനസ് ചെയ്തത്. അബ്ഗാരി ഫീൽഡിൽ കോടികൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച് പണം സമ്പാദിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആ ഫീൽഡ് നേരത്തെ ഉപയോഗിച്ചു. ഇപ്പോൾ കുട്ടികൾ 3 ആൺകുട്ടികൾ, അവർ വലുതായി, അവർക്ക് സ്വന്തം നിലയ്ക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടായി. 1 ഹെക്ടർ ജൈവ കൃഷിയുണ്ട്. ആ കൃഷിയിൽ നിന്നുള്ള വരുമാനമുണ്ട്. അപ്പോൾ ഇനി ബിസിനസ് ചെയ്യുന്നതിലൊന്നും കാര്യമില്ല, പണം സമ്പാദിക്കുന്നതിലൊന്നും മനസ്സാക്ഷി സമ്മതിക്കാത്തതുകൊണ്ട് ഫുൾ ടൈമും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. 2000-ലാണ് ഞാൻ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി മരം നട്ട് സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. 1 കോടി വൃക്ഷത്തൈ നടലാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മരം നടുക, ഭൂമിയെ സംരക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എൻ്റെ ഭൂമി വിറ്റിട്ടായാലും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ബയോഡൈവേഴ്സിറ്റി ഉമ്മൻ സാറ് 1 കോടി ലക്ഷ്യം ഗിന്നസ് ബുക്കിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 1 കോടി വൃക്ഷത്തൈ നട്ട് സംരക്ഷിക്കണം. അതെൻ്റെ വലിയൊരു ദൗത്യമാണ്, വലിയൊരു ലക്ഷ്യമാണ്. അത് എന്ത് ചെയ്തിട്ടായാലും ഞാനത് പൂർത്തിയാക്കും. ലക്ഷ്മിക്കുട്ടി. ആദിവാസി ചികിത്സാ രീതിയിൽ അഗ്രഗണ്യായ ശ്രീമതി ലക്ഷ്മിക്കുട്ടി കല്ലാറിനടുത്ത് മൊട്ടമൂട് ആദിവാസി ഊരിലാണ് കഴിയുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടോളമായി ആദിവാസി ചികിത്സ നടത്തിവരുന്നു. ഞാൻ 40 വർഷം കൊണ്ട് വിഷചികിത്സയാണ് ചെയ്ത്. മുഖ്യമായിട്ടും വിഷചികിത്സ ചെയ്യും. ബാക്കി മഞ്ഞനോവ്, മൈഗ്രീൻ, കരപ്പൻ മുതലായ മിക്ക രോഗങ്ങൾക്കും മരുന്ന് ചെയ്യും. ചെയ്താൽ പറയും പോലെ അനുസരിക്കണ രോഗികൾ നമ്മളോട് സഹകരിക്കുമെങ്കിൽ മിക്ക രോഗത്തിനും മരുന്ന് കൊടുക്കാൻ പറ്റും. ഇത് അവർ നമ്മൾ കഴിക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ മരുന്ന് ആയുർവേദം അല്ല, പച്ചിലായാലും ഏതായാലും നമ്മൾ ആഹാരം വിരോധിക്കാത്ത ആഹാരം, പഥ്യാഹാരം കഴിക്കേണ്ടതുണ്ട്. മിക്കവാറും ഇന്നത്തെ ആൾക്കാർ അത് ചിട്ട തെറ്റിക്കും. അതുകൊണ്ട് ഞാൻ മിക്ക രോഗത്തിനും അറിയാമെങ്കിൽ തന്നെയും കൊടുക്കാൻ ശ്രമിക്കാറില്ല. 40 വർഷം കൊണ്ട് ഞാൻ വിഷചികിത്സ എന്ന് വെച്ചാൽ പേപ്പട്ടി വിഷം ഒഴികെ ബാക്കി എല്ലാത്തരം വിഷത്തിനും അവിടെ ആൾക്കാർ എത്തും. മുള്ള് മാംസത്തിൽ കൊണ്ടുകയറിയാലും മാരക രോഗം ഉണ്ടാക്കും. അതും ഒക്കെ ചെയ്ത് സുഖപ്പെടുത്തി വിടാറുണ്ട്. 300-ൽ പരം പേര് ഇതുവരെ ചികിത്സ തേടി അവിടെ എത്തിയിട്ടുണ്ട്. പലതരം അസുഖത്തിനും മരുന്നിന് വരാറുണ്ട്. തലമുറകളിലൂടെ വാമൊഴിയായും വരമൊഴിയായും കൈമാറിക്കിട്ടിയ സമ്പന്നമായ അറിവുകളും സ്വയം രൂപപ്പെടുത്തിയെടുത്ത ചിന്തകളും സമന്വയിപ്പിച്ച കാർഷിക കണ്ടെത്തലുകളുടെ സംഗമവേദിയായി 3ാമത് ദേശീയ ജൈവ വൈവിധ്യ കോൺഗ്രസ്. നിസ്വാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് കൃഷിയെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനെയും കൂട്ടിയിണക്കുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട്. ഇവർ നമുക്ക് തരുന്നത് വലിയൊരു സന്ദേശമാണ്. സാധാരണക്കാർക്കും ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ പങ്കാളികളാകാമെന്നും സാധാരണക്കാരുടെ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ ജൈവ വൈവിധ്യ സംരക്ഷണം കേരളത്തിൽ വിജയകരമാകൂ എന്നുമുള്ള വലിയ സന്ദേശം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ 95% വിഷാംശമില്ലാത്തവ. സമ്പൂർണ്ണ കേരഗ്രാമം പദ്ധതി ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് പരിശോധിച്ച പച്ചക്കറി സാമ്പിളുകളിൽ 95% സേഫ് ടു ഈറ്റ് മാനദണ്ഡം നിലനിർത്തിയതായി കാർഷിക കോളേജിലെ കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധന ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കേരള കാർഷിക സർവകലാശാല അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ലഭിച്ച 26 പച്ചക്കറി സാമ്പിളുകളിൽ 4 എണ്ണം മാത്രമാണ് സേഫ് ടു ഈറ്റ് മാനദണ്ഡം ലംഘിച്ചതായി കണ്ടെത്തിയത്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഒന്നും തന്നെ വിഷാംശം കണ്ടെത്താനായിട്ടില്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്.
തിരുവനന്തപുരം ജില്ലയിലെ പടവലം 3 തരം പയർ എന്നിവയിലാണ് ക്ലോർപൈറിഫോസ് കീടനാശിനിയുടെ അവശിഷ്ടം 0.2-0.8 ppm എന്ന തോതിൽ കാണപ്പെട്ടത്. പരിധി ലംഘിച്ച കീടനാശിനി വിവരങ്ങൾ വിപണി അധികൃതരിലൂടെ കർഷകരെ അറിയിച്ച് കീടനാശിനി പ്രയോഗത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി കേരള കാർഷിക സർവകലാശാല ഉപദേശം നൽകിയിട്ടുണ്ട്. കന്നുകാലികളിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന പകർച്ചവ്യാധിയാണ് കുളമ്പുരോഗം. രോഗനിയന്ത്രണം ലക്ഷ്യമിട്ട് മൃഗസംരക്ഷണ വകുപ്പ് കൃത്യമായ ഇടവേളകളിൽ പ്രതിരോധ കുത്തിവയ്പ് നടത്തിവരുന്നു. 2015 ഏപ്രിൽ 6 മുതൽ മെയ് 4 വരെയുള്ള കാലയളവിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നതാണ്. ഉരുക്കളെ കുത്തിവയ്ക്കുന്നതിന് സൗജന്യ നിരക്കായ 5 രൂപ ഈടാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ADCP ഓഫീസ് തിരുവനന്തപുരം, ഫോൺ 0471 255 6151. സംസ്ഥാന കൃഷിവകുപ്പ് 87,500 തെങ്ങുകൾക്ക് സംരക്ഷണം നൽകുന്ന സമ്പൂർണ്ണ കേരഗ്രാമം പദ്ധതി ആരംഭിച്ചു. തെങ്ങുകൾക്ക് വളം ചേർക്കൽ, കുമ്മായം ചേർക്കൽ, സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കൽ എന്നിവയോടൊപ്പം കായ്ഫലം കുറഞ്ഞ തെങ്ങുകൾ വെട്ടിമാറ്റി ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് സമ്പൂർണ്ണ കേരഗ്രാമം പദ്ധതി. 1 ഹെക്ടറിൽ വരുന്ന 175ഓളം തെങ്ങുകൾക്ക് 25,000 രൂപ സബ്സിഡി ലഭിക്കും. കൂടാതെ ജലസേചന സൗകര്യം ഏർപ്പെടുത്തുന്നതിന് 25,000 രൂപയും ലഭിക്കും. നല്ല ഇനം തെങ്ങിൻ തൈകൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിന് 50,000 രൂപയും സബ്സിഡി ലഭിക്കും. സംസ്ഥാനത്താകെ 3,500 കർഷകർക്ക് നേരിട്ടും 2,000ഓളം കർഷകർക്ക് പരോക്ഷമായും സമ്പൂർണ്ണ കേരഗ്രാമം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് അറിയിച്ചു. മുരിങ്ങ, സോയാബീൻ എന്നിങ്ങനെയുള്ള വിളകളുടെ നടീൽ വസ്തുക്കൾ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിൽ തയ്യാറായി. നടീൽ വസ്തുക്കൾ ആവശ്യമുള്ള കർഷകർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 0487 2371918 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പശു വളർത്തൽ, പോത്തു വളർത്തൽ എന്നീ വിഷയങ്ങളിൽ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർക്ക് മിൽമ ട്രെയിനിംഗ് സെന്ററിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 0487 2695869. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487 2695869. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,500 രൂപ, കോഴിക്കോട് 15,100 രൂപ, തൃശൂർ 13,700 രൂപ, കൊപ്ര കൊച്ചി 9,140 രൂപ, കോഴിക്കോട് 9,950 രൂപ, തൃശൂർ 9,285 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 54,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 57,000 രൂപ. ചുക്ക് മീഡിയം 21,250 രൂപ, ചുക്ക് ബെസ്റ്റ് 23,250 രൂപ. മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ. അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 4ാം ഗ്രേഡ് കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,300 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,300 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,500 രൂപ, കൊപ്ര 9,140 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 54,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 57,000 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ നാടൻ 9,900 രൂപ. അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 290-നും 310-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 520-നും 550-നും മധ്യേ. ജാതിപത്രി 800-നും 900-നും മധ്യേ. ഗ്രാമ്പു 850-നും 1,050-നും മധ്യേ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,300 രൂപ. ഒട്ടുപാൽ 7,800 രൂപ, ലാറ്റക്സ് 7,700 രൂപ. കമ്പോള അവലോകനം.
സാമ്പത്തിക വർഷാന്ത്യം അടുത്തതോടെ ഉൽപ്പന്ന വിപണിയിൽ പണത്തിന് ഞെരുക്കം അനുഭവപ്പെട്ടു തുടങ്ങി. സുഗന്ധവ്യഞ്ജനങ്ങൾ സംഭരിക്കുന്നതിൽ നിന്ന് ഉത്തരേന്ത്യൻ ഇടപാടുകാർ അല്പം പിന്മാറിയെങ്കിലും ഇത് കുരുമുളക്, ചുക്ക്, മഞ്ഞൾ തുടങ്ങിയ മുഖ്യ ഉൽപ്പന്നങ്ങളുടെ നിരക്കിൽ കാര്യമായ മാറ്റം ഉളവാക്കിയില്ല. ഇന്ന് ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ മികച്ചിനം ഏലക്ക കിലോ 862 രൂപയിൽ ലേലം കൊണ്ടു. നാളികേര വിളവെടുപ്പ് സജീവമെങ്കിലും ഗ്രാമീണ മേഖലകളിൽ നിന്ന് വിപണിയുടെ പ്രതീക്ഷക്കൊത്ത് കൊപ്ര വിൽപ്പനയ്ക്കിറങ്ങിയില്ല. മാസാന്ത്യം അടുത്തതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് കുറവാണ്. അവധി വ്യാപാരത്തിൽ റബ്ബർ വില നേരിയ റേഞ്ചിൽ നീങ്ങിയതിനാൽ ടയർ വ്യവസായികൾ നിരക്കുയർത്താൻ മടിഞ്ഞു. അതേസമയം വിദേശ മാർക്കറ്റുകളിൽ റബ്ബർ വില ഇന്ന് മുന്നേറി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 26.4. കൊച്ചി 33.4, 25.8. ആലപ്പുഴ 34.6, 26.2. പുനലൂർ 37.5, 22.2. തിരുവനന്തപുരം 34, 24.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.